ഉദൂഹിയത്തിൻ്റെ വലിപ്പവും പെരുപ്പവും ഒക്കെ പറയുന്ന രീതി പൊതുവെ ആളുകൾക്കിടയിലുണ്ട്. അതൊരിക്കലും പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ല. അതിൻ്റെ വലിപ്പവും പെരുപ്പവും ഒക്കെ നമുക്ക് നമ്മുടെ അറിവിൽ വേണം. പക്ഷെ അത് കണക്ക് പറഞ്ഞ് അത്ര അറുത്തു ഇത്ര അറുത്തു അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നതിലല്ല കാര്യം, മറിച്ച് തഖ്വയാണ് പ്രധാനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അനുവദിച്ചിട്ടുള്ള സന്തോഷ സുദിനങ്ങളിൽ ഒന്നായ ബലിപെരുന്നാൾ ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് വളരെ അടുത്തെത്തിയ സാഹചര്യത്തിൽ, സന്ദർഭത്തിലാണ് ഓരോ വിശ്വാസികളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തോടൊപ്പം സമൂഹത്തോടൊപ്പം സന്തോഷം പങ്കിടാൻ, നാം അടങ്ങുന്ന സമൂഹത്തിന് സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കാനുള്ള വലിയ വേദിയാക്കി, അവസരമാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ് പെരുന്നാളുകൾ എന്നത്. ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ, വലിയ മഹത്വരമായ ആദരവ് നൽകേണ്ടതായ ദിവസമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഒരാഘോഷ സുദിനം വിശ്വാസികളിലേക്ക് വന്നെത്തുമ്പോൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കഴിയുന്നത്ര നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കാൻ വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആഘോഷ ദിവസമായതിനാൽ ഒരുപാട് തിരക്കുകൾ, അതുപോലെ തന്നെ കൂടുതൽ ജോലികൾ ചെയ്യാനൊക്കെ ഉണ്ടാകും. അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ വിസ്മരിക്കുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. പെരുന്നാളിൻ്റെ സുദിനം കുളിക്കുക എന്നത് വളരെ പ്രബലമായ സുന്നത്താണ്. പെരുന്നാളിൻ്റെ കുളി എന്ന നിയ്യത്തിൽ വുളു എടുത്ത് ശരീരമാസകലം വൃത്തിയാക്കി ആ ചര്യ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. ബലിപെരുന്നാളിൻ്റെ ദിവസവും അടുത്ത ദിവസങ്ങളിലൊക്കെ തക്ബീറുകൾ അധികരിപ്പിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. പെരുന്നാൾ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കി തന്നത് മുസല്ലയിലാണ്. അവിടുന്ന് മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നാണ്. ഈദ്ഗാഹുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകും. കുടുംബസമേതം അവിടങ്ങളിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ആർത്തവകാരികളായ സ്ത്രീകൾക്ക് പോലും അവിടെ വരാനുള്ള അനുമതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വതക്ക, ധർമ്മത്തിന് നമ്മൾ ഒരു പരിഗണന കൊടുക്കേണ്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സാധിക്കുന്ന ഒരു തുക സ്വതക്ക നൽകാൻ വേണ്ടി നമ്മുടെ കൈകളിൽ കരുതണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പുതുവസ്ത്രം അണിയുക, പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുക, ഇതെല്ലാം സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പവിത്രതയെ കളഞ്ഞു കുടിക്കരുത്. ഔറത്ത് പുറത്ത് കാണുന്ന വിധത്തിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ്, അതേപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ട രൂപത്തിലുള്ള വസ്ത്രങ്ങൾ, പല മോഡലുകൾ, അതൊക്കെ സ്വീകരിച്ച് ശരീരത്തിൽ പോലും, പ്രത്യേകിച്ച് തലമുടിയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ രൂപത്തിൽ മുറിക്കുന്ന അവസ്ഥ നമ്മുടെ മക്കളിൽ, നമ്മളിൽ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദിവസത്തിൻ്റെ പവിത്രതയെ നമ്മൾ മാനിക്കണം. നബിചര്യക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. അതുപോലെ മുസല്ലയിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകൽ സുന്നത്താക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പോകാൻ ഒരു വഴിയും തിരിച്ചു വരാൻ മറ്റൊരു വഴിയും സ്വീകരിക്കുക എന്നത് സുന്നത്താക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സലാം വ്യാപിപ്പിക്കുക,
പ്രത്യേകിച്ച് വിശ്വാസികൾ തമ്മിലുള്ള ഇഷ്ടം നിലനിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് സലാമിനെ വ്യാപിപ്പിക്കുക. പെരുന്നാളിൻ്റെ സുദിനം എല്ലാവർക്കും നമ്മൾ ഇസ്ലാമിൻ്റെ തഹിയ്യത്ത്, അഭിവാദ്യം ഏറ്റവും നല്ല നിലക്ക് കൈമാറുക. ഒരുപാട് കൂലി അതിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കും. അതുപോലെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക. സാമൂഹിക ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, അതിനേക്കാളുപരി ആദർശബന്ധം, കുടുംബ ബന്ധം, ഇതെല്ലാം വളരെ ഗൗരവത്തിൽ കണ്ട് ഊട്ടി ഉറപ്പിക്കേണ്ട ദിവസമാണ് പെരുന്നാൾ എന്നുള്ളത്. ബലിപെരുന്നാളിൽ പ്രത്യേകമായ കാര്യം നമുക്കറിയാം. ഉളുഹിയ്യത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അറവ് വളരെ പ്രബലമാക്കപ്പെട്ട കാര്യമാണ്. അതിലൂടെ നമുക്ക് കൂലി സമ്പാദിക്കാൻ സാധിക്കണം. അതിൻ്റെ മാംസം ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാധിക്കുന്ന പോലെ വ്യാപൃതരാകണം. ഒരുപാട് കൂലി അതിലൂടെയെല്ലാം നമുക്ക് സ്വായത്തമാക്കാനുണ്ട്. ഉളുഹിയ്യത്തിൻ്റെ വലിപ്പവും പെരുപ്പവും ഒക്കെ പറയുന്ന രീതി പൊതുവെ ആളുകൾക്കിടയിലുണ്ട്. അതൊരിക്കലും പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ല. അതിൻ്റെ വലിപ്പവും പെരുപ്പവും ഒക്കെ നമുക്ക് നമ്മുടെ അറിവിൽ വേണം. പക്ഷെ അത് കണക്ക് പറഞ്ഞ് അത്ര അറുത്തു, ഇത്ര അറുത്തു, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്നതിലല്ല കാര്യം. മറിച്ച് തഖ്വയാണ് പ്രധാനം. നമ്മുടെ മനസ്സിൻ്റെ സൂക്ഷ്മത ചോർന്നു പോകുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ ആ ദിവസങ്ങളിൽ ഉണ്ടാകരുത്. അള്ളാഹ്ക്ക് അതിൻ്റെ രക്തമോ മാംസമോ ഒന്നും ആവശ്യമില്ല. അള്ളാഹുവിന് ആവശ്യം നമ്മുടെ തഖ്വയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ രോഗികളായി കിടക്കുന്ന കുടുംബത്തിലും ആദർശ ബന്ധുക്കളിലും സുഹൃത്തുക്കൾക്കിടയിലുമൊക്കെ രോഗികളായി കിടക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവരെ സന്ദർശിക്കണം, സമാധാനിപ്പിക്കണം, അവർക്ക് ആശ്വാസം, അതേപോലെ സന്തോഷം കൈമാറാൻ നമുക്ക് സാധിക്കണം. എല്ലാ അർത്ഥത്തിലും ഇസ്ലാം ഈ ദിനത്തിന് കൊടുത്ത പവിത്രതയെ മാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും കഴിയാൻ നാം പരിശ്രമിക്കുക. നിഷിദ്ധമാക്കപ്പെട്ട വാദ്യോപകരണങ്ങൾ, അതേപോലെ തന്നെ മ്യൂസിക് നിറഞ്ഞ പാട്ടുകൾ, അതേപോലെ തന്നെ സിനിമകൾ പോലെയുള്ള കാര്യങ്ങൾ, അതൊന്നും ആകരുത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊതുങ്ങേണ്ട കാര്യങ്ങൾ പുറത്തു വരുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ഒരിക്കലും പെരുന്നാളിൻ്റെ സുദിനങ്ങളിൽ ഉണ്ടാകരുത്. മാന്യമായ നിലക്കുള്ള പാട്ടുകൾ, അതേപോലെ തന്നെ കുട്ടികളെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള പരിപാടികൾ, അതൊക്കെ നമുക്ക് നടത്താം. പക്ഷേ നിഷിദ്ധങ്ങൾ കലർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ദിനത്തിൻ്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് സുന്നത്തുകൾ എടുക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് വിശ്വാസികളായ ഓരോരുത്തരും മുന്നോട്ട് പോകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.